ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ മോളെ കുറിച്ച് ഇത് അനാവശ്യമായ ഒരു വാക്ക് അമ്മയുടെ നാവെന്ന് വന്നാ ഞാൻ പിന്നെ അമ്മ എന്നുള്ള സ്ഥാനം അങ്ങ് മറന്നേക്കും. അമ്മ ചെല്ല്. ആരും ഇറങ്ങണ്ട, ആരും ഒരു റിസ്ക് എടുക്കണ്ട. നഷ്ടപ്പെട്ടവർ അതുവഴി അങ്ങ് പൊയ്ക്കോട്ടെ. നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. പക്ഷെ വീണത് എന്റെ മോളാ, എന്റെ മോള്. ശ്യാമേ, സർ പ്ലീസ് സർ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടെത്തണം സർ. ശ്യാമ, അതെ, അതാണ് ഫിദ, ചേച്ചിയുടെ ഇപ്പോഴത്തെ രക്ഷക. ഹലോ, ആ സാർ, ഞങ്ങൾ സ്പോട്ടിലുണ്ട് സാർ. താഴെ കൊടും കാടാണ് സാർ. ലോക്കൽസിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ഇപ്പോൾ താഴേക്ക് ഇറങ്ങും. ഓക്കെ സാർ, ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. വാ, നമുക്ക് താഴെ ഒന്ന് ഇറങ്ങി നോക്കാം. സർ സർ, ഞാനും കൂടെ വരാം സർ. മാഡം പ്ലീസ്, ഇതിനിടയിൽ എനിക്ക് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാ മതി. ഇല്ല സർ, എനിക്ക് വന്നേ പറ്റൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ രാധികയെ കണ്ടെത്തണം. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. വാടോ. വാ വാ, നമുക്കൊന്ന് പോയേക്കാം. ഹലോ, ഹലോ അമ്മേ, മുത്തശ്ശി എവിടെ? മുത്തശ്ശി ഇവിടെയുണ്ട്. ഞാനിവിടെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. അമ്മ മുത്തശ്ശി വിളിച്ചൊന്ന് ഫോൺ കൊടുക്കോ. നീ എപ്പോഴും അങ്ങോട്ട് പോയേ? രാധികയില്ലേ അവിടെ? ഉണ്ട്. അമ്മ മുത്തശ്ശിയോടൊന്ന് ഫോൺ കൊടുക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? നിന്റെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. അമ്മേ, പ്രിയങ്കയ്യ, അവക്ക് അമ്മയോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താടി? ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മുത്തശ്ശി. എടി, നീ ആ പോലീസുകാരോട് വരുണിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ. അവള് പോന്നെങ്കി അങ്ങ് പോട്ടെന്ന്. എന്താ അമ്മേ? ആ, നീ ഫോൺ വെച്ചോ മോളെ, ഞാനിവിടെ എല്ലാവരോടും പറയട്ടെ. അമ്മേ, എന്താ കാര്യം? ഒന്ന് പറ അമ്മേ. എടി, ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചതിനുള്ള കൂലി നിന്റെ മകൾക്ക് കിട്ടി. ഷൂട്ടിങ്ങിനിടയില് രാധിക വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയത്. എന്റെ ദൈവമേ! എടി, കാലം കൊണ്ടുപോകുമ്പോഴും കുടുംബത്തിനെ മറന്നിട്ടില്ല അവള്. അവളെ പിടിക്കാനാണെന്നും പറഞ്ഞ ആ വരുൺ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയെന്ന്. അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അമ്മ എന്ത് നിസ്സാരമായിട്ടായി പറയുന്നേ? പിന്നെ എങ്ങനെയാടി നിന്നോടൊക്കെ പറയണ്ടേ? അഴിച്ചു വിട്ടാൽ അപകടമാണെന്ന് ഞാൻ നിന്നോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞതല്ലേ. അവസാനം എരന്ന് വാങ്ങിച്ചതല്ലേ ഈ ദുരന്തം. എനിക്ക് അവള് ചത്താലും ജീവിച്ചാലും ഒന്നുമില്ല. വരുണിനൊന്നും പറ്റാതിരുന്നാ മതി. ദേവേട്ടാ, 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 അറിഞ്ഞോ നമ്മുടെ രാധിക മോള്? ദേവേട്ടാ, നമ്മുടെ മോള്. പോലീസുകാരെന്നെ വിളിച്ചിരുന്നു. എന്റെ മോൾ ഇത്രയ്ക്കും പാപം ചെയ്തവളാണ്. ദേവേട്ടാ, അവക്കൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അവളുടെ കൃഷ്ണ ഭഗവാൻ
അവളെ കാക്കുമല്ലോ അല്ലേ? എനിക്കറിയില്ല. കുഞ്ഞുനാള് മുതല് ഞാൻ ചൊല്ലുന്ന കൃഷ്ണഗീതങ്ങൾ കേട്ട് അത് കാണാപ്പാടം പഠിച്ചവളാ. കയ്യും കാലും അനങ്ങി തുടങ്ങിയപ്പോ പൂജ ആരാധനയൊക്കെ ചെയ്തു തുടങ്ങിയവളാ. എന്നിട്ടും എന്റെ മോൾക്ക് ഈ ഗതി വരുത്തിയെങ്കിൽ ആ ദൈവത്തോട് എനിക്കിനി അപേക്ഷിക്കാൻ ഒന്നുമില്ല. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ മോളുടെ അടുത്തേക്ക് പോവാന്ന്. നിങ്ങൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? കയ്യോ കാലോ ഇത്തിരി മാംസോ കിട്ടുകയാണെങ്കിൽ പോലീസുകാരിഞ്ഞു വിളിച്ച് പറയുമല്ലോ. ആ, അപ്പ ചെന്നതങ്ങ് ഏറ്റുവാങ്ങിയാ മതി. അമ്മേ, എങ്ങനെയാ അമ്മ ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? സിനിമാ ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവള് വഴിതെറ്റിപ്പോയെന്നല്ല വിളിച്ചു പറഞ്ഞത്. അവള് വെള്ളച്ചാട്ടത്തിൽ വീണു പോയെന്നാ, തെരഞ്ഞിട്ട് കാണാനില്ലെന്നാ. അതുപോലും ആഘോഷിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനോട് എനിക്ക് വെറുപ്പാ തോന്നുന്നു. എന്റെ മോളെ കുറിച്ച് ഇനി അനാവശ്യമായൊരു വാക്ക് അമ്മയുടെ നാവെന്ന് വന്നാ ഞാൻ പിന്നെ അമ്മ എന്നുള്ള സ്ഥാനം അങ്ങ് മറന്നേക്കും. അമ്മ ചെല്ല്, എവിടെയെങ്കിലും ഇരുന്ന് അമ്മയുടെ ശത്രു ഇല്ലാതായതിനെ കുറിച്ച് സന്തോഷിക്കും. എന്റെ മുന്നിൽ നിന്ന് പോ അമ്മേ. വേണ്ട. വായസോട് നമുക്ക് പോയി അന്വേഷിക്കാം. ആരവളോട് ക്രൂരത കാണിച്ചാലും നമുക്ക് അവള് നമ്മുടെ പൊന്നു മോളാ. ഈശ്വരാ, ഭഗവാനെ, എന്റെ മോള്. രാധികേ, രാധിക, മോളെ, രാധിക, രാധിക, മോളെ, മോളെ, രാധിക, രാധിക, മോളെ, രാധിക. മോളെ, രാധിക, മോളെ, മോളെ, രാധിക, എന്റെ മോള്, മോളെ, 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 ശ്യാമ, മാഡം, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടീഷൻ അറിഞ്ഞുകൂടാ. വേഗം തിരിച്ചു പോകാൻ നോക്ക്. ഞാൻ പോയില്ല സാർ.